മെസ്സിയായിട്ട് പരിചയമുണ്ടോ? ഇല്ലേ? ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, പ്രിയങ്കരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശംസുദ്ദീൻ, പ്രിയപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു, ഈ പ്രദേശത്തിന്റെ MLA കൂടിയായ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാർലമെന്റ് അംഗം ശ്രീ ശശി തരൂർ, സംസ്ഥാന പോലീസ് മേധാവി റിവേർഡ് ചന്ദ്രശേഖർ, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരള പോലീസ് ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി വിദ്യാഭ്യാസ, എക്സൈസ്, ആരോഗ്യ വകുപ്പുകളുടെ സഹായത്തോടെ സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അതിന്റെ വ്യാപാരികളും വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുകയാണ്. അവരെ ഞാൻ വിളിക്കുന്നത് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ്.
കുട്ടികളെ കണ്ടെത്തി പുതിയ തലമുറയെ മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ വേരറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചെറുപ്പക്കാരെയും കുട്ടികളെയും വഴിതെറ്റിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ അന്തർദേശീയ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി കേരളത്തിൽ ഈ താല്പര്യമുള്ള ആളുകൾ നിക്ഷിപ്ത താല്പര്യക്കാർ പ്രവർത്തിക്കുകയാണ്. ഒരിക്കൽ അവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല. അതുകൊണ്ടാണ് അവരുടെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകാനുള്ള എൻഫോഴ്സ്മെന്റ് മറ്റു ഭാഗത്ത്. ശക്തമായ നടപടികളുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോകുന്നു. നമ്മളിവിടെ നോഡൽ ഓഫീസറായി IG ഇന്റലിജൻസ് വിവരാദിത്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. IG ഇന്റലിജൻസിന്റെ ചുമതല വഹിക്കുന്ന വിവരാദിത്യയാണ് ഈ പദ്ധതിയുടെ നോഡൽ ഓഫീസറായി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം, നാർക്കോട്ടിക് സെല്ലും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം ജില്ലാതലങ്ങളിലും താഴോട്ടും ഊർജ്ജസ്വലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ മണിക്കൂർ മുതൽ കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എനിക്ക് ഈ ലഹരി വിൽപ്പനക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം, നിങ്ങളിത് നിർത്തണം. നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, നിർത്തുന്നില്ല എങ്കിൽ നിയമത്തിന്റെ കരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ്. ഞാൻ 14 ജില്ലകളിലും ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ മന്ത്രിയായിരുന്നില്ല. കേരളത്തിലെ 14 ജില്ലകളിലും മയക്കുമരുന്നിനെതിരായി നടത്തിയ വാക്കത്തോണിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പാർട്ടികളിൽപ്പെട്ട ആളുകളും അതിനോട് സഹകരിക്കുകയുണ്ടായി. എല്ലാവരും ഇതൊരു സോഷ്യൽ കൺസേൺ ആയി കണ്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഈ വാക്കത്തോണിൽ പങ്കെടുത്തത്. അമ്മമാർ, സഹോദരിമാർ മക്കളെ സ്കൂളിൽ അയച്ചിട്ട് നെഞ്ചിൽ തീയുമായി കഴിയുന്ന അമ്മമാരുടെ ദുഃഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. സഹോദരിമാരുടെ നെഞ്ചിടിപ്പ് കേൾക്കാൻ കഴിഞ്ഞു. മക്കളെ പറ്റി വേദനിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇതൊരു ഇന്റഗ്രേറ്റഡ് പവറാണ്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു പരിപാടിയാണ്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ചെറിയതായ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പദ്ധതിയിൽ പൂർണ്ണ സഹകരണമാണ്, പോലീസിന്റെ നേതൃത്വമാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ഇൻഫർമേഷൻ ആവശ്യമാണ്. ആ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള നിരവധി ആപ്പുകൾ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഫർമേഷൻ തരുന്ന ഒരാളെയും ഞങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല. അവരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കില്ല. ആ വിവരങ്ങൾ ലഭ്യമാക്കുന്നവർക്ക് തീർച്ചയായും പൂർണ്ണമായ സംരക്ഷണം കേരള പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകുന്ന കാലം കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലീസ് ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യുന്ന ഒരു പോലീസ് നയമായിരിക്കും പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്.
അതോടൊപ്പം തന്നെയാണ് ഈ വൻതോതിലുള്ള മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് വ്യാപാരികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു. ഇതിനകത്ത് നോ എക്സ്ക്യൂസസ് എന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങളിൽ കയറി പരിശോധിക്കില്ല എന്ന ധൈര്യം ആർക്കും വേണ്ട. നിയമത്തിന്റെ മുമ്പിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയിട്ടല്ല പോലീസ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഡാർക്ക് വെബിന്റെ മറവിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഡിജിറ്റൽ അടയാളങ്ങൾ പിന്തുടരാൻ സൈബർ സെല്ലിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊരു തന്ത്രപരമായ മുന്നറിയിപ്പാണ്. ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇന്നോടുകൂടി ഈ കച്ചവടം അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലുകളിലും DJ പാർട്ടികളിലും മയക്കുമരുന്ന് ഉപയോഗം നിർത്തണം. ആ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്ന് വിതരണമോ ഉപയോഗമോ അല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഇല്ലെങ്കിൽ അവിടെയും നിയമത്തിന്റെ കരങ്ങൾ പിന്തുടരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനെ തകർക്കാനുള്ള വിപുലമായ പദ്ധതി കേരള പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ വിമലാദിത്യ IPSന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ കേരളത്തിൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ ഉപയോഗിക്കുന്നവരെയും അരിച്ചു വിറക്കി അവരെ കൊണ്ട് ഈ പ്രവർത്തനം അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കേരള പോലീസ് ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ പദ്ധതിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ പദ്ധതിയാണ്. ദുഃഖിക്കുന്ന അമ്മമാർക്ക് വേണ്ടി, വേദനിക്കുന്ന മാതൃഹൃദയത്തിന് വേണ്ടി, കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പുതുതലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് മുഖ്യമന്ത്രിയോടും എക്സൈസ് വകുപ്പ് മന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ട്രാൻസ്പോർട്ട് മന്ത്രിയോടും ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയങ്കരനായ ലോകം മുഴുവൻ ആദരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ശശി തരൂരിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.